എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ മല്ലിയില മാസങ്ങളോളം എങ്ങനെ വൃത്തിയായിട്ട് നല്ല രീതിയിൽ സൂക്ഷിച്ചു വയ്ക്കാം എന്നതിനെക്കുറിച്ചാണ്. നമുക്കറിയാം പല രീതിയിൽ നമ്മൾ ബിരിയാണിയിൽ മല്ലിയില ഉപയോഗിക്കും, അതിൽ മാത്രമല്ല പല കറികളിലും മല്ലിയില ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതിനു വേണ്ടി നമ്മൾ കൂടുതൽ വാങ്ങിച്ച് വയ്ക്കുമ്പോഴേക്കും ഒരു 1-2 ആഴ്ച കഴിയുമ്പോഴേക്കും ഇതങ്ങ് ഫ്രിഡ്ജിൽ നിന്ന് തന്നെ ചീഞ്ഞു പോകും. ഇങ്ങനെ ചീഞ്ഞു പോകാതിരിക്കാനായിട്ട് രണ്ട് ടിപ്പുകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ മല്ലിയില വാങ്ങിക്കുമ്പോൾ 2 രീതിയിലാണ് ഫ്രിഡ്ജിൽ വയ്ക്കാറ്. ചിലവർ വേരോടെ കൂടെ തന്നെ വയ്ക്കാറുണ്ട്, ചിലവർ വേര് മുറിച്ച് കളഞ്ഞ് അങ്ങനെയും വയ്ക്കാറുണ്ട്. അപ്പം നമുക്കിത് 2 രീതിയിലുള്ള ടിപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് പറഞ്ഞാൽ വേരോടെ വെക്കുന്നവരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളവർ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ മല്ലിയില നമ്മൾ എടുക്കുന്ന ടൈമിൽ നല്ല രീതിയിൽ കഴുകി ഉണക്കിയെടുക്കുക. അതായത് മണ്ണോ ചെളിയോ അങ്ങനെയൊന്നും ഇലകളിലൊന്നും പറ്റിയിരിക്കാനായിട്ട് പാടില്ല. അങ്ങനെ നല്ല രീതിയിൽ കഴുകി ഉണക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വെള്ളമില്ല എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നല്ല വട്ടമുള്ള ഒരു വലിയൊരു കണ്ടെയ്നർ ഇത് എടുത്ത് അതിലും കുറച്ച് വെള്ളം നിറയ്ക്കുക. അതായത് വേര് മുങ്ങത്തക്ക വിധം മാത്രം വെള്ളമെടുക്കുക. പക്ഷേ ഈ കണ്ടെയ്നറിൻ്റെ അരികു വശങ്ങളിലൊന്നും വെള്ളം പാടില്ല. അങ്ങനെ വന്നാൽ ഇലകൾ അതിലൊട്ടിയിരുന്ന് ചീഞ്ഞു പോകാനും ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ വെള്ളം പാടില്ല. ഇരുവശങ്ങളിലും വെള്ളമൊന്നും പാടില്ല. പക്ഷേ മല്ലിയിലയുടെ വേര് മുങ്ങത്തക്ക വിധത്തിലുള്ള വെള്ളം വേണം കണ്ടെയ്നറിനടിയിൽ. എന്നിട്ട് നല്ല അതിൻ്റെ കണ്ടെയ്നറിൻ്റെ അടപ്പ് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ മൂടി ഫ്രിഡ്ജിൻ്റെ ഏറ്റവും താഴത്തെ തട്ടയിൽ തന്നെ വയ്ക്കുക. ഇങ്ങനെ ചെയ്താൽ മല്ലിയില ഫ്രിഡ്ജിൽ 1 മാസത്തോളം ചീയാതെ ഇരിക്കും. ഇനി വേര് കട്ട് ചെയ്തിട്ട് മല്ലിയില ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അടുത്തത്. അപ്പോൾ ഇതുപോലെ തന്നെ മല്ലിയില നല്ല രീതിയിൽ കഴുകി ചെളിയും മണ്ണും ഒക്കെ കളഞ്ഞ് വേരൊക്കെ കട്ട് ചെയ്ത് നന്നായിട്ട് വെള്ളത്തിൽ കഴുകി ഉണക്കാനായിട്ട് വയ്ക്കുക. വെള്ളം നന്നായിട്ട് തന്നെ വാർന്ന് കളഞ്ഞതിന് ശേഷം നല്ല വൃത്തിയുള്ള പാത്രത്തിൽ, അതായത് വെള്ളമയോ ഒന്നും ഇല്ലാതെ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഈ പാത്രത്തിലേക്ക് മല്ലിയില ഇട്ട് വെക്കുക. നമുക്ക് തണ്ട് നമ്മളെല്ലാത്തിനും ഉപയോഗിക്കുന്ന തണ്ടുകളിങ്ങനെ പീസാക്കി ഇലകളും പീസാക്കിയിട്ട് ഇങ്ങനെ പാത്രത്തിലേക്ക് ഇട്ട് വെക്കുക. അതിൻ്റെ മേലെ കൂടി ഒരു ടിഷ്യൂ പേപ്പർ കൂടി വിരിച്ചിട്ട് കണ്ടെയ്നർ നല്ല രീതിയിൽ അടച്ച് പാത്രം ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം. ഏറ്റവും താഴത്തെ തട്ടയിൽ സൂക്ഷിക്കാം. പക്ഷെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ പാത്രത്തിൽ വെള്ളമൊന്നും പാടില്ല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു, വെള്ളമയം ഉണ്ടെങ്കിൽ ഇലയും തണ്ടുമൊക്കെ വേഗം ചീഞ്ഞു പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ടിഷ്യൂ പേപ്പർ എന്തിനാണ് വിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാരണവശാൽ പാത്രത്തിലേക്ക് വെള്ളം കടക്കാനിടയായാൽ ഈ ടിഷ്യൂ പേപ്പർ വെള്ളം വലിച്ചെടുക്കും. പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ മാക്സിമം ഒരു 3 ആഴ്ച കാലത്തേക്കെങ്കിലും മല്ലിയില ഫ്രിഡ്ജിൽ കേടുകൂടാണ്ട് ഇരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കൂട്ടത്തിലെ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.